ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേനയും വാഴയ്ക്കയും കൂടിയിട്ട് നേന്ത്രക്കായും കൂടിയിട്ട് ഞാൻ വേവിച്ചു. അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വേവിച്ചതാണ്. അപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ കുക്കറിൽ വേഗം വേകാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചതാണ്. ഞാനൊരു ചട്ടി വെച്ചു. ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പൊക്കെ ഇട്ട് ഒന്ന് താളിക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഈ വേവിച്ച് വെച്ചത് ഞാൻ മാറ്റി വെച്ച്, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും കുരുമുളകും ജീരകം എല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തു, 2 വറമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു, കരിവേപ്പില ഇട്ടു. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിരകി വെച്ച കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി നമ്മൾ അരയ്ക്കാൻ ഒരു മൂടി എടുത്തിട്ടുണ്ട്, പകുതി ഞാൻ അരയ്ക്കാനെടുത്തു, പകുതി നമുക്ക് ഈ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുക്കാന്ന് പറഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് ചുവക്ക ഒന്ന് വറുക്കുകയാണെങ്കിൽ അങ്ങനെ വറുക്കാം, അല്ലെങ്കിൽ മുക്കാലും നമ്മൾ വറുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചതുണ്ടല്ലോ അതും ചേർക്കണം. ഞാൻ വേറെ ഒരു പാത്രത്തിൽ ഞാൻ ഇളവൻ നുറുക്കി വേകാൻ വെച്ചിട്ടുണ്ട്, മോര് കറിക്ക് വേണ്ടിയിട്ടാണ്. അതവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച കുരുമുളകും ജീരകം ഇട്ട തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ. ഞാൻ മോര് കറിക്ക് വേണ്ടിയിട്ടും തേങ്ങ, പച്ചമുളക്, കുരുമുളക്, ജീരകം എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കറി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം അരക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ ചതയ്ക്കുക പറഞ്ഞാൽ അര ഭാഗം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വറുത്തയിലോട്ട് വേവിച്ച് വെച്ച ചേനയും വാഴയ്ക്കും മുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള ചേനയും വാഴയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ഈ ഇതൊക്കെ ഒന്ന് അതിൽ സെറ്റായി പിടിക്കുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുക്കർ കഴുകിയിട്ട് അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് തിളപ്പിച്ച ശേഷം, ചെറിയൊരു കഷ്ണം മാത്രം മതി, നന്നായി തിളപ്പിച്ച ശേഷം നമുക്ക് കരിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചത്. എന്നാൽ വേഗം ഒന്ന് നല്ലോണം ഉടഞ്ഞൊന്ന് വേകണം. കറി വെക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വെന്താലേ നന്നായിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഇതങ്ങനെ ലൂസായിട്ട് നമുക്ക് വെക്കാം. അപ്പം അടിപൊളി കറിയായി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് മൂടി മാറ്റി വെക്കാം. നമുക്ക് കുമ്പളങ്ങ വെന്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വേണ്ടത് നോക്കാം കേട്ടോ. കുമ്പളങ്ങ നന്നായിട്ട് വെന്തു ഇളവൻ. അതിൻ്റെ കൂടെ നമുക്ക് ഈ അരച്ചത് ഒഴിച്ചു കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ടിട്ടില്ല. ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തക്കാളി മുക്കാലും വെന്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തേങ്ങ അരച്ചത്, പച്ചമുളകും കുരുമുളകും ജീരകവും കൂടെ അരച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വെന്തു. ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം അരച്ചിട്ടുണ്ട്. തേങ്ങ ഒഴിച്ച് നന്നായി ഒന്ന് പച്ചമണം ആകുന്നവർക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പച്ചമുളകിൻ്റെ ആ ചൊയ ഒന്ന് വേണം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കട്ട തൈരില്ലേ, അതിന് നന്നായിട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ജാറ് കഴുകിയ പ്ലേറ്റ് കഴുകിയ വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട തൈര് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര കറി വേണം വെച്ചാൽ അത്ര ഒഴിച്ചു കൊടുക്കും. ഒരുപാട് പുളിയുള്ളതാണ് വെച്ചാൽ കുറച്ച് ഒഴിച്ചാൽ മതി. പുളിപ്പ് കുറവുള്ള തൈരാണ് വെച്ചാൽ നമുക്ക് കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. ആ കാരണം ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു കഷ്ണം വെല്ലവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലും ആ പുളിപ്പും എരിവും എല്ലാം കറക്റ്റാവുള്ളൂ. കുറച്ച് തൈര് പോരാത്ത കാരണം ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മോര് കറിക്ക് നമുക്ക് താളിപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. ഉപ്പൊക്കെ ഉണ്ടോ കറക്റ്റാക്കി നോക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കാം. വെല്ലം ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമില്ല. പെട്ടെന്ന് റെഡിയാകും നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഈ കറി വയ്ക്കുന്ന കഷ്ണം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളവൻ അല്ലെങ്കിൽ കറി വെച്ച് ചേനി വാഴക്കില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് മോര് കറി വയ്ക്കാം. അപ്പം ഞാനിത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു കരണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഉലുവയും വറമുളകും പൊട്ടിച്ചിടാം. 1 സ്പൂണ് ഉലുവ, 2 വറമുളക്. ഇത് നന്നായി ചൂടായ ശേഷം കടുകൊക്കെ പൊട്ടി കറക്റ്റായ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി പൊട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തെറിക്കും. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറിന് നന്നായിട്ടുണ്ടാകും. വറുത്ത മുളകാകുമ്പോൾ മുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണവും ടേസ്റ്റും ഉണ്ടാകും. ഗ്യാസ് ഓഫാക്കിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. കറിവേപ്പിലയും മുളക് പൊടിയും ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് താളിപ്പ് മോരുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മോരുകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു ചോറ്. മാങ്ങ അച്ചാറ്, കറി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പപ്പടം ഉണ്ട്, മുളക് വറുത്തതും ഉണ്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഇട്ട് കൊടുക്കാം. മോര് കറി താളിപ്പ് കഴിഞ്ഞു. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം അതേമാതിരി ടേസ്റ്റും ഉണ്ടാകും. കറി അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ പറയണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ബൈ.